ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ചുള്ള നോമ്പാനുഷ്ഠാനത്തിലാണല്ലോ നാം എല്ലാവരും. നോമ്പ് എന്ന നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. കുടുംബമായി സന്ധ്യാപ്രാർത്ഥനയും മറ്റു യാമപ്രാർത്ഥനകളും നാം മുടക്കാറില്ല. പ്രാർത്ഥന നമുക്ക് തരുന്ന ശക്തിയും ധൈര്യവും ചെറുതല്ല. ഏത് പ്രതിസന്ധിയിലും തളരാതെ പൊരുതുവാൻ പ്രാർത്ഥന നമുക്ക് ശക്തി തരുന്നു. എന്നാൽ ഒരു കുടുംബത്തിലെ അമ്മയുടെ പ്രാർത്ഥന ആ കുടുംബത്തിന്റെ മൂലക്കല്ലാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ അതിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ അതിന് ഉദാഹരണമാണ്. യേശു തന്റെ സാന്നിധ്യം ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചെങ്കിലും സുറോഫോയിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ യേശുവിനെ കാണാൻ യേശു ഉള്ള വീട്ടിൽ ചെല്ലുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ യേശുവിനോട് ആവശ്യപ്പെടുന്നു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ അമ്മ യേശുവിന്റെ മറുപടി കേട്ട് നിരാശയായില്ല. അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു, യേശു വിചാരിച്ചാൽ തന്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന്. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴേ വീഴുന്ന അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശുവിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചല്ലാതെ തിരിച്ചു പോകയില്ല എന്ന ദൃഢനിശ്ചയം ഈ അമ്മയിൽ നാം കാണുന്നു. പഴയ നിയമത്തിൽ യാക്കോബ് ദൈവത്തോട് വാദിക്കുന്നത് പോലെ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന ദൃഢനിശ്ചയം ഈ അമ്മയിലും നമുക്ക് കാണാം. അവളുടെ വിശ്വാസത്തിനും ഉറപ്പിനും മുൻപിൽ യേശുവിന്റെ മനസ്സലിയുന്നു. അവൻ അവളോട്, ഈ വാക്കു നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ ചെന്നപ്പോൾ മകളിൽ നിന്ന് ഭൂതം വിട്ടുപോയതായി കണ്ടു. ഈ കാലഘട്ടത്തിൽ ഈ വേദഭാഗത്തിന് വളരെ പ്രസക്തിയുണ്ട്. തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. മക്കളെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന അമ്മമാരുള്ള വീടുകളിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതു. മക്കളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹമാരി പെയ്യുവാൻ മുട്ടുമടക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മക്കൾ അവളുടെ മേശയ്ക്ക് ചുറ്റും തളിർത്ത് ഫലം കായ്ക്കുന്ന ഒലീവ് തൈകൾ പോലെ ശോഭിക്കും. ഈ നോമ്പുകാലം നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തോട് വാദിക്കുന്ന അമ്മമാരായി നമുക്ക് മാറാം. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമാണെന്ന് സാക്ഷ്യം പറയുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാവട്ടെ. ഈ നോമ്പുകാലം ദൈവാനുഗ്രഹം ദൃഢവിശ്വാസത്താൽ പിടിച്ചു വാങ്ങുന്ന പ്രാർത്ഥനയുള്ള കുടുംബങ്ങളായി നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ദൈവത്തിന്റെ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.